എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം. പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് വന്നപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞു ഒരു വിഷയത്തിന് അല്ലെങ്കിൽ രണ്ട് വിഷയത്തിനൊക്കെ ഫെയിലായിപ്പോയി. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഉപരിപഠനം മറ്റു കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. സേ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ട തോറ്റവർ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡിഗ്രി അഡ്മിഷന് പോകാൻ പറ്റുമോ എന്നുള്ളതും സേ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മേടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എന്നെ വിളിക്കുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമാണെങ്കിൽ തുടങ്ങാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2026 റിസൾട്ട് വന്നപ്പോൾ നിരവധി പേർ ഫെയിൽ ആയതായിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പോൾ തോറ്റവർക്ക് ഡിഗ്രി പോലുള്ള ഉപരിപഠനം എനിക്ക് ഡിഗ്രിക്ക് പോകാൻ പറ്റുമോ, സേ എക്സാം എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികൾ പറയുന്നത് സേ എക്സാം എഴുതി ജയിച്ചു കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ ടൈമിൽ ഡിഗ്രി ഇപ്പോൾ അഡ്മിഷനൊക്കെ വിളിക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും ഈ സേ പരീക്ഷ എഴുതി ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്കും അപേക്ഷ വെക്കുന്നതിനായിട്ട് സാധ്യമാകുന്നതാണ്. അപ്പോൾ സേ എക്സാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ സേ എക്സാമിന് വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസം 3 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. തോറ്റ ഒരു വിദ്യാർത്ഥികളും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു വിഷയത്തിനോ രണ്ട് വിഷയത്തിനോ ഇനി എത്ര വിഷയത്തിന് തോറ്റുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ജൂൺ മാസം 27 മുതൽ സേ പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന് ജൂൺ 3 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനായി നിങ്ങൾ പഠിച്ച സ്കൂളിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ഫോമുണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് ബന്ധപ്പെട്ട പൈസയും കൂടി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യും, സേ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ബന്ധപ്പെട്ട സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പോയി പറഞ്ഞാൽ മാത്രം മതി, അവർ അപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. തീർച്ചയായും തോറ്റവർ ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സേ എക്സാം ഇപ്പോൾ തന്നെയുണ്ട്, എഴുതിയെടുക്കാൻ അവസരമുണ്ട്. തീർച്ചയായും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, +2 മെയിൻ എക്സാമിന് +2 പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ സേ എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കൂ. +2 പബ്ലിക് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് +2 സേ എക്സാം എഴുതാൻ സാധിക്കുക. +2 പബ്ലിക് എക്സാം എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് +2 സേ എക്സാം എഴുതാൻ സാധിക്കില്ല. അവർക്ക് ഇനി വരാൻ പോകുന്ന മാർച്ചിലെ 2027 എക്സാം മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. തീർച്ചയായും ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് ക്രിയ ഫോർ ദ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.